കാസർഗോഡ് പൊത്തികെ കൊക്കച്ചാലിലെ തോട്ടിൽ വീണ് 8 വയസ്സുകാരൻ മരിച്ചു. സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. 3 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, എപ്പോഴാണ് കുട്ടി തോട്ടിൽ വീണത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മൃതദേഹം ഏറെ ദൂരത്തു നിന്നാണോ കണ്ടെത്തിയത്? ദിവീഷ്, സ്കൂൾ അവധിയായതിനെ തുടർന്ന് സുൽത്താന്റെ അമ്മാവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത്. ഉച്ചയോടുകൂടി 12:30 കൂടിയാണ് അപകടം സംഭവിച്ചത്. കുട്ടിയെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്ന് തോട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. കോൺക്രീറ്റ് സ്ലാബുകൾ പോലും പൂർണ്ണമായി മാറ്റി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കാണാതായ പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം കുട്ടിക്ക് ജീവനുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അതിനുശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ദിവീഷ്, പൂജ. ശരി. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പൂജ, ഈ റെഡ് അലർട്ട് നൽകുന്നതിന് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ കുറയ്ക്കാനും ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അന്നുപോലെ ഇങ്ങനൊരു മരണം സംഭവിക്കുന്ന ഒരു കുട്ടി, 8 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. കൂടുതൽ ശ്രദ്ധ ഇക്കാര്യങ്ങളിൽ കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ അവർ കുട്ടികളാണ്, ചിലപ്പോൾ അവർ ഓർക്കാതെ വെള്ളക്കെട്ടുകളിലേക്കും തോട്ടിലുമൊക്കെ അവർക്കൊരു കൗതുകത്തിൻ്റെ പേരിൽ പോകാം. അതുകൊണ്ട് മുതിർന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നേ നമുക്ക് ഈ നിമിഷത്തിൽ പറയാൻ കഴിയൂ.